السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സർവാദരണരായ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വഹാബിസം ഈർഷ്യയുടെ വിഷം വമിക്കുന്ന വിഭാഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു വിഭാഗത്തെ ഈർഷ്യയുടെ വിഷം വമിക്കുന്ന പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു വൈകാരിക പ്രസ്താവനയായി കാണാൻ കഴിയില്ല. വഹാബിസത്തിന്റെ ഉത്ഭവം മുതൽ ആധുനിക കാലത്തെ അതിന്റെ വ്യാപനം വരെയുള്ള ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വിശേഷണങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണിത്. വഹാബി വീക്ഷണം അനുസരിച്ച് അവരുടെ നിയമങ്ങളും തീവ്ര വ്യാഖ്യാനങ്ങളും പാലിക്കാത്തവരെ കാഫിറുകളാക്കി കണക്കാക്കുകയും അവർക്ക് ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഹെജാസിലെ പൈതൃക നശീകരണം. 1803-4 കാലഘട്ടങ്ങളിൽ വഹാബി സൈന്യം മക്കയെയും മദീനയും പിടിച്ചെടുത്ത ശേഷം നിരവധി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും മഖ്ബറകളും നശിപ്പിച്ചു. 1925-ലും ഇത് ആവർത്തിച്ചു. മക്കയിലെ ജന്നത്തുൽ ബഖീഅ കബറടങ്ങളിലെ സ്മാരകങ്ങൾ ഡൈനമൈറ്റ് ഉപയോഗിച്ച് നശിപ്പിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സ്വന്തം സഹോദരനായ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരെല്ലാം ഈ പ്രസ്ഥാനത്തെ തുടക്കം മുതൽ തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. സുലൈമാൻ തന്റെ സഹോദരന്റെ ആശയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് അസ്സവാഇഖുൽ ജലാഹിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥം രചിച്ചു. സ്വന്തം അഭിപ്രായങ്ങളെ എതിർക്കുന്നവരെ കാഫിർ എന്ന് പറയുന്ന ആ പ്രസ്താവനയെ ശക്തമായി അവർ വിമർശിച്ചു. വഹാബിസത്തിന്റെ ചരിത്രവും പ്രത്യയശാസ്ത്രവും പരിശോധിക്കുമ്പോൾ ഈർഷ്യയുടെ വിഷം വമിക്കുന്ന വിഭാഗം എന്ന വിശേഷണം യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഈർഷ്യ രാഷ്ട്രീയവും സൈനികവുമായ അധികാരവുമായി കൂടിച്ചേർന്നപ്പോൾ അത് അക്രമങ്ങൾക്കും വർഗീയതക്കും കാരണമായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നിരുന്നാലും ഇവിടെ ഇവർ എന്തൊക്കെയോ പ്രചരിപ്പിക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അവർ നല്ലതല്ലേ പറയുന്നതെന്ന്. നല്ലത് പറഞ്ഞതാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് വലിയ അപകടകരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.